എന്തിനാണ് തൻ്റെ ഔദ്യോഗിക വാഹനം മാറ്റിവെച്ച് സ്വകാര്യ വാഹനത്തിൽ തൻ്റെ സതീർത്ഥനായ ജയകുമാറുമായി ദത്താത്രേയ ഹൊസബളയെ പോയി കണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് അവർ തമ്മിൽ സംസാരിച്ചത്? എന്തായിരുന്നു ആ സാഹചര്യം? എന്തിനു വേണ്ടി പോയി കണ്ടു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതെന്തുകൊണ്ട് മൂടിവെക്കപ്പെട്ടു എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ജെയ്സൺ ചാമവളപ്പിലും ശ്രീജിത്തും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാവുന്നത് CPIയുടെ അതൃപ്തി തന്നെയാണ്. ഈ വിഷയങ്ങൾ പുറത്തു വരണമെന്നാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇങ്ങനെ 2023 മെയ് മാസത്തിൽ തന്നെ ഈ സന്ദർശനം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിരുന്നുവെങ്കിൽ അത് നമുക്കറിയില്ല, സ്ഥിരീകരിച്ചിട്ടില്ല. സോഴ്സുകളെ ഉദ്ധരിച്ചാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എത്തിയിരുന്നുവെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട വിവരവുമാണ്. അതിനോട് CPI കരുതലോടുകൂടിയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ CPI അതൃപ്തിയിലാണ് അല്ലേ? ശ്രീജിത്ത്, കേൾക്കാൻ കഴിയുമെങ്കിൽ ശ്രീജിത്ത്, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പ്രകാരം നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 2, ആ മീറ്റിംഗിനെ കുറിച്ച് MR അജിത് കുമാർ വിശദീകരണം നൽകിയിരിക്കുന്നുവെന്നാണ്. ആ വിശദീകരണം എന്ന് പറയുന്നത് സ്വകാര്യ സന്ദർശനമായിരുന്നു. സുഹൃത്തിൻ്റെ കാറിൽ RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ പോയി കണ്ടു എന്നതാണ്. പക്ഷേ ആ വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് 2023 മെയ് മാസത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിയിച്ചിട്ടുണ്ടെങ്കിലും അറിയിച്ചിട്ടില്ലെങ്കിലും അതൊരു ഗുരുതര വീഴ്ചയാണ്. അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിലനിർത്തി? 2, അറിയിച്ചിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയല്ലേ എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതല്ലേ ഇന്നിപ്പോൾ ബിനോയ് വിശ്വം നമ്മളിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നതും. എന്ത് സംസാരിച്ചുവെന്നറിയാനുള്ള അവകാശം രാഷ്ട്രീയ കേരളത്തിനുണ്ടെന്ന് പറയുമ്പോൾ CPIക്ക് ഈ വിഷയത്തിലുള്ള അതൃപ്തിയല്ലേ പുറത്തു വരുന്നത്? അരുൺ, തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കാര്യം വ്യക്തമാക്കി. ADGP MR അജിത് കുമാർ വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെങ്കിലും അല്ലെങ്കിൽ ഔദ്യോഗിക പദവി പ്രകാരമുള്ള കൂടിക്കാഴ്ചയാണെങ്കിലും ഈ 2 കൂടിക്കാഴ്ചകളും സ്വീകാര്യമല്ല, അതിലൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് CPIക്കുള്ളത്. അതായത് LDF സർക്കാരിൻ്റെ ഒരു ഭരണത്തിൽ ഉന്നതമായ പോലീസ് തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾ എന്തിന് RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു? അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് തെറ്റായ വ്യാഖ്യാനങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ തെറ്റായ വ്യാഖ്യാനത്തിൻ്റെ രാഷ്ട്രീയ പരിണതി പേരേണ്ടി വരുന്നത് ഭരണ നേതൃത്വമാണ്, രാഷ്ട്രീയ നേതൃത്വമാണ്. അതുകൊണ്ട് എന്തുതരം ന്യായീകരണം പറഞ്ഞാലും MR അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് CPIക്ക് കർശനമായിട്ടുണ്ട്. അതാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആരോപണം ഉന്നയിച്ചത്. ഈ കൂടിക്കാഴ്ചയെപ്പറ്റി അദ്ദേഹം ആരോപണം ഉന്നയിച്ച് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും MR അജിത് കുമാർ ADGP ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്. എന്നാൽ അതിനെ എങ്ങനെയാണ് CPIയും മുഖ്യമന്ത്രിയും കാണാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് ഇന്നലെ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനമാണ്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണത്തെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നു, അത് പ്രതിപക്ഷത്തിന് സമരത്തിന് ഇന്ധനമായി മാറുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയെ അപലപിക്കാനോ അല്ലെങ്കിൽ MR അജിത് കുമാർ എന്തിന് കൂടിക്കാഴ്ച നടത്തിയെന്നതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടാനോ CPI നേതൃത്വം തയ്യാറാകാത്തിരിക്കുമ്പോൾ എന്തിനാണ് ഇത്തരമൊരു സമീപനം BJP സംഘപരിവാർ നേതൃത്വമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ ഞാൻ ശ്രീജിത്ത് മടങ്ങി വരാം. ശ്രീജിത്ത്, ഒരു നിമിഷം.